നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി ഇത്ര പെട്ടെന്ന് വെസിൽ MDയെ പരാമർശിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. നമ്മൾ ഓരോ ദിവസത്തെയും, ഓരോ മാസത്തെയല്ല, ഓരോ ദിവസത്തെയും നമ്മുടെ മദർപോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള വളർച്ചകൾ, അതിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് നമ്മുടെ MD, ബഹുമാനപ്പെട്ട MD ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് 1.47 ലക്ഷം TU, 1,47,000 TU ആണ്, 47,000 ബോക്സസ് ആണ് കഴിഞ്ഞ ഇത്രയും നാളായിട്ട് 5 മാസം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. വളരെ ഒരു വിജയ ചിഹ്നമാണ് കാണിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്ത് വിജയമാണ് ഈ 5 മാസത്തിനുള്ളിൽ നേടിയതെന്ന് മനസ്സിലാക്കില്ല. 5 മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ശരാശരി 29,400 TU ആണ് ഒരു മാസം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. 29,400. ഞാൻ ഒരു താരതമ്യത്തിനും പോകുന്നില്ല. 29,400 വെച്ച് ഒരു മാസം ഹാൻഡിൽ ചെയ്താൽ 12 മാസം കൊണ്ട് എത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രേക്ഷകർ തന്നെ കണക്കുകൂട്ടുക. ഇനി നമുക്ക് അത്രയും കടുക്കുകയും വേണ്ട. ജൂലൈയിൽ തുടങ്ങിയതാണെങ്കിൽ ജൂലൈ പകുതിയോട് അടുപ്പിച്ചാണ് തുടങ്ങിയത്. ഓഗസ്റ്റിൽ ഒരു കപ്പലാണ് വന്നത്. അതുകൊണ്ട് ജൂലൈയും ഓഗസ്റ്റും വിടാം. 3 മാസം. 3 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ശരാശരി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ ഒരു മാസം 49,000 ബോക്സസ് ആണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. 49,000 കണ്ടെയ്നേഴ്സ്. അങ്ങനെ നോക്കുമ്പോഴും ശരാശരി ഒരു വർഷം വരാവുന്നത് 5,88,000 TU ആണ്. നമ്മുടെ തുറമുഖം ഒരു വർഷം ഹാൻഡിൽ ചെയ്യാവുന്നത് ഈ ഒരു 3 മാസത്തെ അല്ലെങ്കിൽ 5 മാസത്തെ കണക്ക് വെച്ച് പ്രൊജക്ഷൻ നടത്തിയാൽ പരമാവധി ചെയ്യാൻ കഴിയുക 5,88,000 TU ആണ്. ഞങ്ങളുടെ വിരലുകൾ ഇങ്ങനെയാണ് പോകുന്നത്. ഞങ്ങളുടെ വിരലുകൾ ഇങ്ങനെ പോകുന്നില്ല. കാരണം ഈ കണക്കുകൾ പകൽ പോലെ ലോകത്തിന് മുന്നിൽ വ്യക്തമാണ്. അപ്പോ സത്യമായിട്ട് പറയണം. നമ്മുടെ പോരായ്മകൾ നമ്മൾ പറയണം. നമ്മുടെ മികവുകൾ മാത്രം പറഞ്ഞ പോലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം, പ്രോക്സിമിറ്റി, 10 നോട്ടിക്കൽ മൈൽ, ഇത് മാത്രം പറഞ്ഞാൽ പോരാ. പെർഫോമൻസിൽ നമ്മൾ എവിടെ എത്തി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് വിജയമാണോ പരാജയമാണോ, ഒരു മീഡിയോക്കർ, ഒരു ശരാശരി നിലവാരമാണോ എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഇതിന്റെ പ്രതി ഡോക്ടർ ദിവ്യ സയ്യർ അല്ല, അങ്ങനെ ഞങ്ങൾ ആരോപിക്കുന്നില്ല. പക്ഷെ അവരുടെ മുൻഗാമികൾ, ഈ പ്രൊജക്ട് കൺസീവ് ചെയ്തവർ, കൺസൾട്ടന്റുമാരായി വന്ന് കോടികൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയവർ എല്ലാവരും നമ്മളെ വലിയൊരു ട്രാപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ് എന്ന് ഈ 5 മാസത്തെ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ 2 കപ്പലുകൾ, 2 മദർ വെസലുകൾ ഒരേ സമയത്ത് കയറാൻ പറ്റാത്തതാണ് നമ്മുടെ വാർഫിന്റെ പരിമിതി. അത് വളരെ ഗഹനമായി പഠിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. നമ്മുടെ പോരായ്മകളെ കുറിച്ച് പഠിക്കും. എന്തിനാണ് പോരായ്മ പഠിക്കുന്നത്? ആ പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ്. 366 2 കപ്പലുകൾ ഫസ്റ്റ് ഫേസിൽ പൂർത്തിയായാലും, 800 മീറ്റർ പൂർത്തിയായാലും 2 മദർ വെസലുകൾ, 400 എന്തായാലും കയറില്ല, 366 കയറില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കയറാതെ വരുന്നത് കൊണ്ടാണ് ഓരോ മാസം 49,000 TU-ലോട്ട് ഇത് ചുരുങ്ങി പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് പ്രധാനമായിട്ടും അക്ഷയും അമലും 366 vessels take up around 420 to 430 meters of the berth.
as mooring lines go beyond its length. 366 മീറ്റർ നീളമുള്ള കപ്പലിന്റെ അപ്പുറവും ഇപ്പുറവും 30-35 മീറ്ററോളം വീണ്ടും വിടേണ്ടി വരുന്നത് കൊണ്ട് ഒരേ സമയത്ത് നമുക്ക് 2 മദർ വെസലുകളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. 2 മദർ വെസലുകളെ ഇപ്പൊ ചോദിക്കും, എന്തിനാണ് മദർ വെസലുകളെ പ്രവേശിപ്പിക്കുന്നത്? മദർ വെസലുകളെ പ്രവേശിപ്പിച്ചാലേ ഇവിടെ പറയുന്ന 10 ലക്ഷം അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന 15 ലക്ഷം ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. 10 ലക്ഷം കൈകാര്യം ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന 50,000 തൊഴിലവസരം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ്, വേറെ ഒരു താല്പര്യവും നമുക്കതിനകത്തില്ല. നാട്ടിൽ സാമ്പത്തികമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല ഇന്നത്തെ കണക്കുകൾ എന്നുള്ളിടത്താണ് നമ്മൾ മറ്റു രാജ്യത്തെ കണക്കുകൾ കൂടെ നോക്കണം. എന്തായാലും 800 മീറ്റർ പൂർത്തിയാകുമ്പോൾ 2 400 മീറ്റർ വെസൽ കയറില്ല എന്ന് ഉറപ്പായി. ഒരേ സമയം ഒരു 400 മീറ്റർ, ഒരു 150-200 മീറ്റർ, 250 മീറ്റർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഒരു മദർ വെസലും ഒരു ഫീഡർ വെസലും എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ലോകത്ത് നമ്മൾ കാണുന്ന മറ്റ് രാജ്യങ്ങൾ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഫെലിക്സ് ടൗൺ നമ്മുടെ നാട്ടിലോട്ട് കപ്പൽ നേരിട്ട് വന്നു കഴിഞ്ഞു. ആ പോർട്ട് ഫെലിക്സ് ടൗൺ, ദ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ഫെസിലിറ്റി comprises a total quay length of 920 meter and can accommodate 2 of the world's largest container vessels simultaneously. ഒരേ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ 2 കപ്പലുകൾ എന്ന് പറഞ്ഞാൽ 400 മീറ്റർ ഐറിന പോലുള്ള 2 കപ്പലുകളെ ഒരേ സമയത്ത് ഹാൻഡിൽ. എന്തുകൊണ്ടാണ്? അവര് 920 മീറ്ററാണ് അവരുടെ ഡിസൈൻ ലെവൽ പൂർത്തിയാക്കിയത്. ആരാണ് നമ്മളെ 800 മീറ്റർ എന്ന് പറഞ്ഞ് കബളിപ്പിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട വിസിൽ MD ഇതൊക്കെയാണോ എന്ന് പരിശോധിച്ച് ജനങ്ങളോട് പറയേണ്ടത്. കൈ ഉയർത്തി കാണിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. ആരാണ് നമ്മളെ കബളിപ്പിച്ചത്? 800 മീറ്ററിൽ നമ്മളെ തളച്ചിട്ടതാണ്. ഫെലിക്സ് ടൗൺ 920 മീറ്റർ വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? 400, 800 വന്നു കഴിഞ്ഞാലും 120 മീറ്റർ അതിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മളെ ആരാണ് പറ്റിച്ചത്? നമ്മളെ ആരാണ് കബളിപ്പിച്ചത്? ഇത്തരം കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട ആളുകളുടെ ചെവിയിൽ ഞങ്ങൾ മന്ത്രിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും താല്പര്യത്തോടെ ഈ വിഷയം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടെത്തുകയും അവരെ പ്രതിയാക്കുകയും അവരുടെ പേരിൽ നടപടികൾ, കാരണം എന്താണ്, കോടികളാണ് കൺസൾട്ടൻസി എന്ന നിലയിൽ 800 മീറ്റർ ഡിസൈൻ ചെയ്യാനും 2000 മീറ്റർ ഡിസൈൻ ചെയ്യാനും ഒക്കെ മേടിച്ചിരിക്കുന്നത്. 2000 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 മദർ വെസൽ ഒരിക്കലും ഒരേ സമയത്ത് കിടക്കില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കബളിപ്പിക്കപ്പെടുന്നതിന്റെ പരിണിത ഫലം എന്താണ്? പ്രഖ്യാപിതമായ 10 ലക്ഷമോ 15 ലക്ഷമോ കണ്ടെയ്നറുകൾ ഇവിടെ ഹാൻഡിൽ ചെയ്യപ്പെടത്തില്ല. ഫസ്റ്റ് ഫേസ് ആയാലും അവസാനത്തെ 2028 ആയാലും. അപ്പൊ ഇതൊക്കെ നമ്മുടെ വലിയ ദുരന്തങ്ങളായി മാറുകയാണ്. ദയവ് ചെയ്ത് MD പോലുള്ള ആളുകൾ ഇതൊക്കെയാണെന്ന് ജനങ്ങളോട് വിശദീകരിക്കുക. വലിയ തോതിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയ ആശ്വാസ വാർത്ത ദക്ഷിണ കൊറിയയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ജൂലൈ 11 മുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വെടിഞ്ഞത്തെ ചെറുപ്പക്കാരാണ് ഈ മൂറിംഗ് എന്ന് പറയുന്നത് സ്ഥിരമായി നടത്തി. ഇപ്പൊ ഇത്ര 70, 72, 73 കപ്പലുകളോളം വന്നതിൽ അവരാണ് ഈ മൂറിംഗ് നടത്തുന്നത്. മൂറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപ്റ്റൻ പൈലറ്റ് ടഗിൽ പോയി കപ്പലിൽ പ്രവേശിച്ച് കപ്പലിനെ സ്റ്റിയർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കപ്പലിനെ വാർഫിൽ അടുപ്പിക്കുന്നത്, വലിയ ശക്തിയുള്ള വടം അത് വെച്ചുകൊണ്ട് കപ്പലിനെ അടുപ്പിക്കുന്നത് ഈ മൂറിംഗ് ടീമാണ്. അപ്പൊ ഈ മൂറിങ്ങിന് വേണ്ടി വടം കപ്പലിനെ വലിച്ച് കെട്ടുന്നതിന് വേണ്ടിയാണ് 30 മീറ്ററോളം മുൻവശത്തും ബാക്കിലും സ്ഥലം ആവശ്യമുണ്ട്. പക്ഷെ ഈ വടം എന്നുള്ളത് ഒരു പഴഞ്ചൻ ഏർപ്പാടാണ്. അങ്ങനെ വേണ്ട എന്ന് പറയുന്ന ഒരു ടെക്നോളജി സൗത്ത് കൊറിയയിൽ ഡെവലപ്പ് ചെയ്തു. That could soon change, however, thanks to a new automated suction-based mooring system. കപ്പൽ ഏകദേശം ഹാർബറിനുള്ളിൽ പ്രവേശിച്ച് എവിടെയാണോ വാർഫ്, ഏത് വാർഫാണ് നമുക്കിവിടെ CB1, CB2, കണ്ടെയ്നർ ബർത്ത് 1, കണ്ടെയ്നർ ബർത്ത് 2, അങ്ങനെ 2 ഉണ്ട്. എവിടെയാണോ അടുപ്പിക്കേണ്ടത് ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈഡ്രോളിക് സക്ഷൻ
ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്ന ഒരു ടെക്നോളജി സൗത്ത് കൊറിയയിൽ അതിന്റെ ഗവേഷണം ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡെവലപ്ഡ് ബൈ ഡോക്ടർ യോങ്ജിൻ കിം ആൻഡ് കൊളീഗ്സ് at the Korea Institute of Machinery and Materials. The new system is designed to serve as an alternative to such steams and mooring lines. ഇവർക്ക് പകരമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റിയൽ വേൾഡ് ടെസ്റ്റിംഗ് ഓഫ് ദ സിസ്റ്റം ഇസ് പ്ലാൻഡ് ടു ടേക്ക് പ്ലേസ് നെക്സ്റ്റ് ഇയർ 2025, ഫോളോഡ് ബൈ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദി ടെക്നോളജി. ഇത് പോർട്ടുകൾക്ക്, മറ്റു പോർട്ടുകൾ, ലോകം മുഴുവനുള്ള പോർട്ടുകൾക്ക് ഈ ടെക്നോളജി കൈമാറുന്ന തരത്തിൽ അവര് അടുത്ത വർഷം ഇത് മാർക്കറ്റിൽ എത്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ വലിച്ചു കെട്ടേണ്ട 30-60 മീറ്റർ എന്നുള്ളത് നമുക്ക് വേണ്ടി വരില്ല. എന്നാൽ പോലും 2 കപ്പലുകൾ തമ്മിൽ 30 മീറ്റർ ക്ലിയറൻസ് ആവശ്യമുണ്ട്. പൂർണ്ണമായും നമ്മുടെ ഈ ഇപ്പോഴത്തെ അപകടാവസ്ഥ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ആശ്വാസം നമുക്ക് കിട്ടും. അതുകൊണ്ട് കൊറിയയെ നമുക്ക് ഒരു പാഠമാക്കി ഇക്കാര്യത്തിൽ സ്വീകരിക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.